പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഹെവൻലി ടച്ച് ഈ ശുശ്രൂഷയിലേക്ക് വലിയ സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നേ ദിവസം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. വർഷങ്ങളായി പ്രാർത്ഥിച്ചും ഉത്തരം ലഭിക്കാതെ വിശ്വാസ ജീവിതത്തിൽ ഇടർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്കുള്ള കർത്താവിന്റെ ശബ്ദമാണ് ഈ ശുശ്രൂഷ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11:40 യേശു മർത്തയോട് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ കർത്താവ് നമ്മെ വിളിക്കുകയാണ്. സമ്പൂർണമായ സമർപ്പണത്തോടെ ഏത് പ്രതിസന്ധിയിലും അനുകൂല സാഹചര്യങ്ങളിലും യേശു ക്രിസ്തുവിൽ സമ്പൂർണമായി വിശ്വസിക്കുക. അപ്പോസ്തല പ്രവർത്തനം 3:16 പത്രോസിലൂടെ പരിശുദ്ധാത്മ പറയുന്നു, യേശു ക്രിസ്തുവിലുള്ള സമ്പൂർണമായ വിശ്വാസമാണ് ഈ മകന് പരിപൂർണമായ സൗഖ്യം നേടിക്കൊടുത്തത്. യേശുവിലുള്ള വിശ്വാസം നമ്മെ ഒരു അത്ഭുതകരമായ ശക്തിയിലേക്കും കൃപയിലേക്കും നയിക്കും. പ്രിയപ്പെട്ടവരെ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ഒരു അനുഭവം ഓർക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഞാൻ വളരെ വേദനയോടെ കടന്നുപോയ ഒരു നിമിഷം. ഞാൻ ഒരു പ്രതീക്ഷിച്ച ധാരാളം ആത്മാക്കളെ നേടുവാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു ശുശ്രൂഷ എനിക്ക് ലഭിക്കാതെ വന്നപ്പോൾ ഞാൻ വളരെ വേദനയോടെ കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിക്കുകയാണ്. അത് നിരാശയായി മാറി. ഈ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് കുമ്പസാരിക്കാൻ എന്നെ പ്രേരണ നൽകുകയാണ്. ഞാൻ അങ്ങനെ ഒരു ആശ്രമ ദേവാലയത്തിൽ കുമ്പസാരിക്കാൻ കടന്നു ചെല്ലുകയാണ്. അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാൻ പ്രതീക്ഷിച്ചു പോയി, പക്ഷെ എനിക്ക് ലഭിച്ചില്ല, എനിക്ക് ഒത്തിരി നിരാശയും ദുഃഖവും ഉണ്ട്. അച്ഛൻ പറഞ്ഞു, മോനെ, നിന്റെ ആഗ്രഹമല്ല, കർത്താവിന്റെ ഹിതമാണ് നിന്റെ ശുശ്രൂഷയിൽ വെളിപ്പെടേണ്ടത്. നീ എവിടെ നിൽക്കണമെന്ന് കർത്താവാണ് തീരുമാനിക്കേണ്ടത്. ശേഷം അച്ഛൻ്റെ ഒരു വാക്യപ്രകാരം പറയാണ്, കർത്താവ് തുറന്നാൽ തുറന്നതാണ്. ആ വചനം എൻ്റെ ആത്മാവില് ഒരു വലിയ പ്രകാശമായി മാറി. പ്രിയപ്പെട്ടവരെ, കർത്താവ് തുറന്നതാൽ തുറന്നതാണ്. യെശയ്യാ പ്രവാചക പുസ്തകം 22:22 ദാവീദ് ഭവനത്തിന് താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. അച്ഛൻ എനിക്ക് പ്രാശ്ചിത്തമായി നൽകിയത് യെശയ്യാ 22:22 വചനം 10 പ്രാവശ്യം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. എനിക്ക് വലിയ ഒരു സമാധാനവും ആനന്ദവും അനുഭവിക്കാൻ സാധിച്ചു. ഞാൻ പള്ളിയിൽ ചെന്ന് ഈ വചനങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം വിശു കുർബാനയായിരുന്നു. കുർബാന കഴിഞ്ഞ് എല്ലാവരും ഭവനങ്ങളിലേക്ക് തിരിച്ചുപോയി. ഞാൻ ദീപികാനി സന്നിധിയിൽ വീണ്ടും നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് അങ്ങ് തുറന്നാൽ തുറന്നതാണ്. ഇപ്രകാരം ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ എനിക്ക് വരികയാണ്. ഞാൻ അങ്ങനെ ആ കോള് ദേവാലയത്തേക്ക് പുറത്തേക്ക് പോയി കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ അതൊരു ഇന്റർനാഷണൽ ശുശ്രൂഷയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രതീക്ഷിക്കുന്ന അപ്പുറമായി കർത്താവ് എൻ്റെ ആഗ്രഹത്തെ മാനിച്ചു. എനിക്ക് വലിയ ആത്മാക്കൾ നേടുവാൻ തക്കവിധം ഒരു ശുശ്രൂഷ കർത്താവ് തുറന്നു തന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സമ്പൂർണമായ ആശ്രയത്വവും വിശ്വാസവും നമ്മുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരും. യേശു പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന് മഹത്വം കാണും. ഞാൻ കർത്താവിൻ്റെ വചനങ്ങളിൽ ആഴമേറെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. കർത്താവ് എനിക്കൊരു പുതിയ വാതിൽ, അതും വലിയൊരു വാതിൽ തുറന്നു തരികയാണ്, അനേക ആത്മാക്കൾ നേടുവാൻ തക്കവിധം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ആത്മാവ് വീണ്ടും നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വിശ്വാസത്തിന്റെ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കണം. എന്താണ് അടുത്തൊരു സ്റ്റെപ്പ്? നമ്മൾ വിശ്വാസത്താൽ കാണണം. ഫെബ്രുവരിക്ക് എഴുതിയ ലേഖനം 11:1-2 വചനം പറയുന്നു, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നൊരു ബോധ്യവുമാണ്. നമ്മൾ വിശ്വാസത്തോടെ കാണുന്നത് നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കും. ഇന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വിശ്വാസത്താൽ കണ്ട് പ്രാർത്ഥിച്ചവ ഇന്ന് ഞാൻ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. അനേക ജീവിതങ്ങളിൽ അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഫെബ്രുവരി 11:22 ഇതാ, പൂർവ്വ ജോസഫ് ഒരു വിശ്വാസ വീരനായിരുന്നു. ജോസഫ് എന്താണ് ചെയ്തത്? അവൻ വർഷങ്ങൾക്ക് ശേഷം തന്റെ മരണസമയത്ത് ഇസ്രായേൽ ജനത്തിന്റെ പുറപ്പാടിനെ വിശ്വാസത്താൽ കണ്ടു. ഇസ്രായേൽ ജനത്തിന്റെ വിമോചനത്തെ അവൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിമോചനത്തെ നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവ് പ്രവർത്തിക്കുന്നത്, നമുക്കായി പുതിയ വാതിൽ തുറക്കുന്നത്, ദൈവം നമ്മെ അഭിഷേകം ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്, അനുഗ്രഹിക്കുന്നത്, നമ്മുടെ സ്വപ്നങ്ങൾ സഫലമാകുന്നത് നമ്മൾ വിശ്വാസത്താൽ എന്ന് കാണുന്നുവോ
കർത്താവ് അതിന് മേൽ തന്റെ അനുഗ്രഹവും അഭിഷേകവും വർഷിക്കും. കർത്താവ് അത് സാധ്യമാക്കി നൽകും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരും അടുത്തു പോകരുത്. ഇപ്പോൾ തന്നെ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങളെ വിശ്വാസത്താൽ കാണുക, അത് കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കുക. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തായ ഒരു ഡോക്ടറിനെ കാണാൻ പോവുകയാണ്. ഡോക്ടർ പറഞ്ഞു, എൻ്റെ വീടിൻ്റെ അടുത്തൊരു കുടുംബമാണ് ഉണ്ട്, വളരെ വേദനയോടാണ് പോകുന്നത്. 2 ആൺമക്കളാണ് അവർക്കുള്ളത്. അതിൽ മൂത്ത മകന് ശാരീരികമായ ഒരു അസ്വസ്ഥതയുണ്ട്, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ അനുജനുണ്ട്, അനുജനിപ്പോൾ 30 വയസ്സ് കഴിഞ്ഞു, വിവാഹം കഴിക്കാൻ സാധിക്കുന്നില്ല. കാരണം ആലോചന വരുന്നെല്ലാം മുടങ്ങി പോവുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഞാൻ അങ്ങനെ ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. വലിയ ദുഃഖത്തിന്റെയും നിരാശയുടെ ഒരു അന്തരീക്ഷം. അവരുടെ അമ്മ പൊട്ടിക്കരയാണ്. മകന്റെ വിവാഹാലോചന 3-4 വർഷങ്ങളായി ഒന്നും സംഭവിക്കുന്നില്ല. അവിടെ ചെന്ന് അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ശേഷം ഇപ്രകാരം അവരുടെ സന്ദേശം പറയുകയാണ്: നിങ്ങൾ നിങ്ങളുടെ മകന്റെ വിവാഹം നടക്കുന്നത് വിശ്വാസത്താൽ കാണണം. നിങ്ങളുടെ ഭവനത്തിൽ വിവാഹ പന്തൽ ഒരുങ്ങുന്നു, ദേവാലയത്തിൽ കുദാശകർമ്മങ്ങൾ സംഭവിക്കുന്നു. ആ പെൺകുട്ടി, കർത്താവ് നിശ്ചയിച്ച പെൺകുട്ടി നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു പ്രകാശമായി കടന്നു വരുന്നു. ഇതെല്ലാം നിങ്ങൾ വിശ്വാസത്താൽ കണ്ടാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഞാൻ വീണ്ടും ആ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഈ കുടുംബം ഓടി വന്ന് പറഞ്ഞു, സഹോദരൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. നല്ല ഒരു മകളെ കർത്താവ് ഞങ്ങൾക്ക് മരുമകളായി നൽകി. ആ മകനും എൻ്റെ അടുത്തേക്ക് ഓടി വന്നു വളരെ സ്നേഹത്തോടെ തൻ്റെ ആ ദൈവത്തോടുള്ള ആ കൃതജ്ഞത അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവ് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമ്മെ വിളിക്കുകയാണ്: വിശ്വാസത്താൽ കാണുക. മൂന്നാമതൊരു സ്റ്റെപ്പ് എന്താണ് പ്രിയപ്പെട്ടവരെ? അത് മറ്റൊന്നുമല്ല, നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പരിശോധിക്കണം. 2 കൊരിന്തോസ് 13:5 പൗലോസിയുടെ പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ആരോഗ്യ മേഖല പലപ്പോഴും നമ്മൾ പരിശോധിക്കാറുണ്ട്. നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ സാമ്പത്തിക മേഖല പരിശോധിക്കാറുണ്ട്, ബിസിനസ് മേഖല പരിശോധിക്കാറുണ്ട്. എന്നാൽ വിശ്വാസം പരിശോധിക്കാറുണ്ടോ? കർത്താവ് പറയാണ്, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾ വിശ്വാസത്തിൽ കുറഞ്ഞു പോയിട്ടുണ്ടോ? എൻ്റെ പ്രവൃത്തികൾ നിങ്ങളിൽ കുറയാൻ പോവുകയാണ്. എന്നാൽ വിശ്വാസത്തിൽ നിങ്ങൾ ശക്തരാണോ? എൻ്റെ അത്ഭുതമായ പ്രവൃത്തികൾ നിങ്ങളിൽ കൂടെ കൂടെ വെളിപ്പെടുക തന്നെ ചെയ്യും. 2 രാജാക്കന്മാർ, അവിടെ 2-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ. ഏലിയായിൽ നിന്ന് എലീശ പ്രവാചകൻ ഇരട്ടി പങ്ക് അഭിഷേകം സ്വീകരിക്കുകയാണ്. ആ പുതപ്പ് എലീശയുടെ മേൽ വീഴുകയാണ്. ഈ പുതപ്പുമായി എലീശ എന്താണ് ചെയ്യുന്നത്? ഇതാ ജോർദാന്റെ കരയിൽ നിൽക്കുകയാണ്. ജോർദാൻ അവനെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധിയാണ്. നമ്മുടെ മുൻപിലും പ്രതിസന്ധികളുണ്ട്, കടന്നു പോകാൻ പറ്റുന്നില്ല. അനേകം വ്യക്തികൾ ഇന്ന് ഒരു പ്രതിസന്ധിയുടെ മുന്നിലാണ്. കുടുംബജീവിതത്തിൽ, സാമ്പത്തിക മേഖലയിൽ, ജോലി മേഖലയിൽ, പഠന മേഖലയിൽ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രതിസന്ധികളിൽ നിങ്ങൾക്ക് വിജയം വേണോ? ആ പ്രതിസന്ധിയെ അതിജീവിച്ച് മുന്നോട്ട് പോകണോ? എലീശ എന്താണ് ചെയ്തത്? എലീശ തന്റെ കയ്യിലുള്ള മേലങ്കി എടുത്ത് എന്താണ് ചെയ്തത്? അവൻ ഇപ്രകാരം പറഞ്ഞു, എലിയായുടെ ദൈവമായ കർത്താവ് ഇവിടെ പ്രകാരം പറഞ്ഞ് ആ മേലങ്കി എടുത്ത് ജോർദാൻ നദി അടിക്കുകയാണ്. അത് വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. പ്രിയപ്പെട്ടവരെ, അവനിലുള്ള വിശ്വാസത്തെ അവൻ പരിശോധിക്കുകയാണ്. ഏലിയായുടെ മേലുള്ള അഭിഷേകം എൻ്റെ മേലുണ്ടോ? പ്രിയപ്പെട്ടവരെ, കർത്താവ് അവന്റെ ആ ദാഹത്തെ മാനിച്ചു. ആ ജോർദാൻ നദിയെ 2ആക്കി മാറ്റുകയാണ്. ഹല്ലേലൂയ! കർത്താവ് അവനും വഴി തുറന്നു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവ് വഴികൾ തുറക്കാൻ പോവുകയാണ്. വിശ്വാസം പരിശോധിക്കുക. ഇപ്പോൾ തന്നെ യേശുനാമത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. അത് ഒരു വടിയാണ്, വിശ്വാസം. ആ വടി ഉപയോഗിച്ച് നിങ്ങളുടെ ചെങ്കടകളെ നിങ്ങൾ 2ആക്കി മാറ്റുക, പ്രതിസന്ധികളെ മാറ്റുക. രോഗപീഠകൾ മേൽ ദൈവശക്തി വെളിപ്പെടുവാൻ യേശുനാമത്തിൽ പിതാവാം ദൈവത്തോട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഇതാ കർത്താവ് നമുക്ക് വേണ്ടി പുതിയ പാതകൾ തുറക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിൽ എലീശ പ്രവാചകൻ ചെയ്തതുപോലെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിശ്വാസത്തെ നമ്മൾ പരിശോധിക്കണം. എപ്രകാരം? നമ്മൾ വചനത്താൽ രഹസ്യങ്ങളെ കണ്ടുപിടിച്ച് അത് ദൈവസന്നിധിയിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോസ്തല പ്രവർത്തനം അവിടെ 14-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. അവിടെ പൗലോസ് ലിസ്ത്ര എന്ന സ്ഥലത്ത് സുവിശേഷം പ്രഘോഷിക്കുകയാണ്. അവിടെ ജന്മനാ മുടന്തനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവൻ ഒരിക്കലും നടക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നമ്മൾ ഹൃദയത്തോടെ സ്വീകരിച്ചാൽ. പ്രിയപ്പെട്ടവരെ,
പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. വിശ്വാസത്താൽ നോക്കിയാണ്. എന്താണ് പൗലോസ് നോക്കിയത്? സൗഖ്യം പ്രാപിക്കുവാൻ തക്കവിധം വിശ്വാസം അവനുണ്ടോ എന്നാണ് പൗലോസ് നോക്കിയത്. പൗലോസ് മനസ്സിലായി അവന് വിശ്വാസമുണ്ട്. പൗലോസ് ആ വ്യക്തിയോട് പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക. ആ മകൻ ചാടി എഴുന്നേറ്റ് നടന്നു എന്നാണ് വചനം പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കാൻ പോവുകയാണ്. വിശ്വാസത്തിന്റെ വളർച്ച അത് അത്ഭുതങ്ങളെ കൊണ്ടുവരും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സമ്പൂർണമായ വിശ്വാസം. രണ്ടാമത് നമ്മൾ വിശ്വാസത്താൽ കാണുക. മൂന്നാമത് വിശ്വാസം പരിശോധിക്കുക. നാലാമത് എന്താണ് ചെയ്യേണ്ടത്? സംഭവിച്ചതിനെ ഓർത്ത് നന്ദി പറയുക. അതാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം. അതാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം. അവിടെ 40 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ ശ്രദ്ധിക്കുക. യേശു ലാസറിനെ ഉയർപ്പിയതിനു മുൻപ് ദൈവപിതാവിന് നന്ദി പറയുകയാണ്. ദൈവമേ, അങ്ങന്റെ പ്രാർത്ഥന ശ്രമിച്ചതിനായി നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതങ്ങളിൽ യേശു ഇടപെട്ട് കഴിഞ്ഞതിനെ ഓർത്ത് നന്ദി പറയുക. സംഭവിച്ചാലും ഇല്ലെങ്കിലും അതിനെ ഓർത്ത് നന്ദി പറയുക. അപ്പോൾ തന്നെ വാതിലുകൾ തുറക്കുന്ന സമയമാണ്. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, നമുക്ക് ഒരുമിച്ച് കർത്താവിൽ വിശ്വസിക്കാം, ആശ്രയിക്കാം, മുന്നോട്ട് പോകാം, തളർന്നു പോകരുത്. ദൈവരാജ്യത്തിന്റെ സമ്പന്നതയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.